ഇന്നലെ എന്താണ് അഭിനയം? അങ്കമാലി ആലുവ റോഡിൽ ക്ലാസിക് മെൻസ് വെയറിൽ ഇന്നലെ നടന്നൊരു മോഷണമാണ് നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടും ഒരു പുതിയ മോഷണമാണ് ഇപ്പോൾ ടൗണിൽ നടക്കുന്നത്. നമുക്കറിയാം, ഈ ചെമ്പ് കമ്പിക്ക് കണ്ടമാനം വില കൂടിയേക്കാണ്, പണ്ടത്തെ വിലയല്ല. അപ്പോൾ വളരെ സുഗമമായിട്ട് നമ്മുടെ ജനറേറ്ററിലേക്കുള്ള വയറുകൾ അല്ലെങ്കിൽ പല എർത്തിങ് വയറുകളൊക്കെ ചെമ്പ് കമ്പിയിലാണ് വരുന്നത്. അത് തൂക്കി വെച്ചാൽ കിലോയ്ക്ക് 1600 1700 രൂപ വിലയുണ്ടെന്നായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില മോഷണങ്ങൾ നടക്കണം. ഇവിടെ നടന്നേക്കണ മോഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയുടെ മുൻഭാഗത്തു നിന്ന് ബാക്കിലേക്ക് 70-75 മീറ്റർ അകലെയാണ് ജനറേറ്റർ ഇരിക്കുന്നത്. ആ ജനറേറ്ററിലേക്കുള്ള വയറുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്തുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമല്ല, പകലിത് സംഭവിക്കാം. എന്നുണ്ടെങ്കിൽ കെട്ടിടങ്ങളുടെ സൈഡിൽ ആരും ശ്രദ്ധ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിജിലൻ്റ് ആവണമെന്നാണ് മർച്ചൻ്റ് അസോസിയേഷന് പറയാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങൾ കൂടി പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ക്രാപ്പ് പോകുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങൾ വിൽപ്പന നടക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായി പരിശോധനകൾ വേണം. അതുകൊണ്ട് രാത്രികാല പെട്രോളിങ്ങുകൾ വേണം. വ്യാപാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പരമാവധി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം മോഷണങ്ങൾ നമ്മൾ ചെറുത്ത് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വ്യാപാരികൾ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, കൺസ്ട്രക്ഷൻ നടക്കുന്ന വിവിധ മേഖലകളിലെല്ലാം ഇത് സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ സംഭവിക്കും. അങ്കമാലിയിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പോലീസ് വളരെയധികം ജാഗരൂകരാവണം. അതുപോലെ തന്നെ നമ്മുടെ പൊതുജനങ്ങളും വ്യാപാരികളും വളരെയധികം ജാഗരൂകരായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും മർച്ചൻ്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് പോലീസിൻ്റെ പെട്രോളിങ് കൂടുതലായിട്ട് നടപ്പിലാക്കണം. അതുപോലെ തന്നെ സ്ക്രാപ്പ് വിൽക്കുന്ന മേഖലകളിലും മറ്റു മേഖലകളിലും കൃത്യമായ പരിശോധനകൾ നടത്തി അവരെയും ബോധവാന്മാരാക്കണം. ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉടനെ പോലീസിനെ അറിയിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി അവരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി പറയുന്നു. ഓക്കെ.